ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ ഒന്നാമത്തെ ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ പാഠം ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 9ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ആഹാ എന്ത് സ്വാദ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഒന്നാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. നമ്മളിതിന്റെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ 9ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? ആഹാ എന്ത് സ്വാദ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 9ാമത്തെ പാഠമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പാഠത്തിന്റെ പേര് ആഹാ എന്ത് സ്വാദ്. സ്വാദ് എന്ന് വെച്ചാൽ എന്താ? ടേസ്റ്റ് അല്ലേ? ടേസ്റ്റിനെയാണ് നമ്മൾ സ്വാദ് എന്ന് പറയുക. അപ്പൊ അത് എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ കാണുന്നത്? ആരെയൊക്കെ കാണുന്നുണ്ട്? ആന അല്ലെ? ആനയുണ്ട്. പിന്നെ ആരാ? ഇവിടെ ഒരു പക്ഷിയില്ലേ? ഈ പക്ഷിയുടെ പേരെന്താ? ഈ പക്ഷിയുടെ പേരാണ് മൈന. എന്താണ്? മൈന. പിന്നെന്താ? മരങ്ങളുണ്ട്, ചെടികളുണ്ട് അല്ലെ? ഇവിടെ നോക്കൂ, മരത്തിന്റെ മുകളിലായിട്ട് എന്താ ഉള്ള? ഒരു ചെറിയ കിളിക്കൂട്. ആ കിളിക്കൂടില് 3 മുട്ടകളുണ്ട് അല്ലേ? പിന്നെ മേഘങ്ങളുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ആനയും മൈനയും. ഓക്കെ, ആനയും മൈനയും. നമുക്കിനി പാഠഭാഗം വായിച്ചു നോക്കാം. ആന നടന്നു വന്നു, മൈന പറന്നു വന്നു. മൈന ഒരു പക്ഷിയാണ് അല്ലെ? അതുകൊണ്ട് മൈന എങ്ങനെ വന്നത്? പറന്നു വന്നു. ആന എങ്ങനെ വന്നത്? നടന്നു വന്നു. വിശക്കുന്നു, പഴം വേണം. എന്താണ്? എന്താ ഇവിടെ പറയണത്? വിശക്കുന്നു, പഴം വേണം. പഴം വേണം എന്ന് ആരാ പറയണത്? നോക്കാം. ആരാ പറയുന്നത്? ആനയാണ് പറയണത് കേട്ടോ. ആന എന്താ പറയണത്? വിശക്കുന്നു, പഴം വേണം എന്ന് പറയണം. അപ്പൊ ഇത് കേട്ട മൈന എന്ത് പറയാണ്? എനിക്കും വിശക്കുന്നു, പഴം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആന എന്ത് പറഞ്ഞു? വാ വാ, വേഗം പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മൈനയും കൂട്ടിയിട്ട് പഴം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ നടന്ന് പോവുകയാണ്. ആന നടന്നു. രണ്ടാൾ നടക്കുകയാണോ? അല്ല, ആന നടന്നു. മൈന എങ്ങനെയാ പോയത്? പറന്നു. ആന നടന്നു, മൈന പറന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? പഴത്തിന്റെ അടുത്തെത്തി അല്ലേ? ആഹാ എന്ത് നല്ല ഗന്ധം. മൈന എന്താ പറയുന്നത്? അതാ ചക്കപ്പഴം കണ്ടു അല്ലെ? ജാക്ക് ഫ്രൂട്ട്. ഇതാണ്ടോ ചക്കപ്പഴം കണ്ടു. അത് കണ്ടപ്പോ നമ്മുടെ ആന എന്താ പറയുന്നത്? ആഹാ എന്ത് നല്ല ഗന്ധം. നല്ല പഴുത്ത ചക്കയാണെങ്കിൽ നല്ല മണം വരില്ലേ? ഒരുപാട് ദൂരം വരെ ചക്കയുടെ മണം വരും. അപ്പൊ അതാണ് ആന മണത്തിൽ പറയണത്. എന്ത് നല്ല ഗന്ധം. ഗന്ധം വെച്ചാൽ എന്താ? മണം. മണത്തിന്റെ മറ്റൊരു പദമാണ്, മറ്റൊരു വാക്കാണ് ഗന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ചക്കപ്പഴത്തിന്റെ അടുത്തെത്തി അല്ലേ? ആന ചക്കപ്പഴം പറിച്ചു. ആരാ പറിച്ചു ചക്കപ്പഴം? ആന പറിച്ചു അല്ലേ? മൈനയെ നോക്കി. എന്നിട്ട് മൈനയ്ക്ക് കൊടുത്തോ? ചക്കപ്പഴമൊക്കെ വലിച്ചു. എന്നിട്ട് മൈനയെ നോക്കിയിട്ട് അം വെച്ചെന്താ? കഴിക്കുന്ന ശബ്ദമാണ് പറയണത് കേട്ടോ. അത് ആന എന്ത് ചെയ്തു? ആ ചക്കപ്പഴം ഒറ്റയ്ക്ക് കഴിച്ചു. എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ആ ചക്കപ്പഴം മുഴുവനായിട്ട് ആന കഴിച്ചു. എന്തു നല്ല സ്വാദ്. ആഹാ. എന്നിട്ട് എന്താ പറയണത്? എന്ത് നല്ല സ്വാദ് എന്ന് പറയണല്ലേ? എന്താ പറയണത്? എന്ത് നല്ല സ്വാദ്. ആഹാ. ചക്കപ്പഴം മുഴുവനായിട്ട് കഴിച്ചിട്ട് മൈനയെ നോക്കി പറയുകയാണ് കേട്ടോ. അപ്പോ ഇത് കേട്ട മൈന എന്താ പറയണത്? എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് മൈന. അപ്പൊ ആന എന്ത് പറഞ്ഞു? നിനക്ക് പിന്നെ തരാം. എന്താ പറയണത്? നിനക്ക് ഇപ്പൊ ഇല്ല, പിന്നെ തരാന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ അവർ രണ്ടാളും കൂടെ നടന്ന് പോയി. അങ്ങനെ അവർ പഴക്കുലയുടെ അടുത്തെത്തി. പഴക്കുല കണ്ടതും ആന പഴക്കുല വലിച്ചു. എന്ത് ചെയ്തു? ആന പഴക്കുല ഉയർത്തി. എന്തിനാ? വായിലാക്കാൻ അല്ലെ? പഴക്കുല ഉയർത്തി, വായ തുറന്നു, പഴക്കുല കുലുക്കി, തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു. അങ്ങനെ പഴക്കുലയിലെ മുഴുവൻ പഴവും ആന എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് കഴിച്ചു അല്ലെ? മൈനയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചു. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല അല്ലെ? തീർച്ചയായിട്ടും നമ്മളെ കൂടെയുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കണം കഴിക്കുമ്പോ അല്ലെ? പ്രത്യേകിച്ച് കൂട്ടുകാർക്ക്. അപ്പൊ ഇവിടെ നോക്കൂ, മൈനയ്ക്ക് ഒന്നും തന്നെ കൊടുക്കാതെ എന്താ ചെയ്യുന്നത്? ആന ഒറ്റയ്ക്ക് കഴിക്കുകയാണ് അല്ലെ? എന്നാ മൈനയെ നമുക്ക് പോവാം, എന്തെങ്കിലും വിശക്കുന്നു, കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നത് ആനയാണ് അല്ലെ? എന്നിട്ട് ഒന്നും തന്നെ കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയും? കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറയും? എന്ത് നല്ല സ്വാദ്. ആഹാ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുകയാണ് ആന. ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല. എവിടെ പോയി? ഇപ്പൊ ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ. ആന പഴക്കുലയിലെ എല്ലാ പഴവും കഴിച്ചു. മൈനയെ നോക്കിയപ്പോ മൈനയെ കാണാനില്ല. എന്ത് പറ്റി കാണും മൈനയ്ക്ക്? അതെ, മൈന ആ പഴക്കുലയിൽ ഇരുന്നിട്ടുണ്ടാവും. ആന പഴക്കുല കുലുക്കിയപ്പോ മൈനയും എന്ത് ചെയ്തു? അറിയാണ്ട് ആനയുടെ വയറ്റിനകത്ത് പോയി. അത് ആന അറിഞ്ഞോ? ഇല്ല. ആന നിലവിളിച്ചു. എന്തിനാ ആന നിലവിളിച്ചത്? ആരോ വയറ്റിൽ കൊത്തുന്നേ.
ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം. അപ്പൊ നമ്മൾ എന്താ ഡോക്ടറിനെ കാണണം പറയില്ലേ വയ്യെങ്കില്, അതേപോലെ വൈദ്യനെ കാണണം എന്ന് പറയാണ്. വൈദ്യൻ എന്ന് വെച്ചാൽ ഡോക്ടർ അല്ലെ. ആന ഓടി ആരുടെ അടുത്തേക്ക് ഓടിയത്? വൈദ്യന്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. ആരാ വൈദ്യൻ? ജിറാഫ്. ആരാ വൈദ്യൻ? ജിറാഫ്. ഇതാണ് ജിറാഫ്. അപ്പൊ ജിറാഫിന്റെ അടുത്തെത്തി. അപ്പൊ ജിറാഫ് എന്ത് പറയാണ്? ഫു ഫു എന്ന് ശക്തിയായി ഊതു. എന്താ പറയണ? അപ്പൊ ഇതിന് മനസ്സിലായി വയറ്റിനകത്ത് എന്തോ ഉണ്ട്, അതാണ് കൊത്തുന്നത് അല്ലെ. അപ്പൊ ശക്തിയായിട്ട് പുറത്തേക്ക് ഊതാൻ പറയാണ്. അത് കേട്ടതും ആന എന്ത് ചെയ്തു? ഫു ഫു നല്ല ശക്തമായി ഊതി ആന ഏമ്പക്കം വിട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? മൈന പുറത്തായി അല്ലെ. അകത്തുണ്ടായിരുന്ന മൈന പുറത്തായി. അതോടെ ആനയുടെ പ്രശ്നം മാറി അല്ലെ. ആനയ്ക്കുണ്ടായിരുന്ന വേദന മാറി. ആന നന്ദി ജിറാഫേ നന്ദി. ജിറാഫ് ചുറ്റും നോക്കി. ഒത്തിരി മൃഗങ്ങളും പക്ഷികളും, എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം. അപ്പൊ ജിറാഫ് ചുറ്റും നോക്കുമ്പോ എന്താ കാണുന്നത്? ചുറ്റും ഒത്തിരി മൃഗങ്ങളും പക്ഷികളും കൂടിയിരിക്കുകയാണ് അല്ലെ. ആനയുടെ വേദന കാരണം എല്ലാവരും ഒത്തുപോയി, എല്ലാവരും കൂടി നിന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും എന്ത് വേണം? മധുരഫലങ്ങളും വേണം. എല്ലാവർക്കും മധുരഫലങ്ങളും വേണം. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാവരും കൂടെ നോക്കി. എന്താ കാണുന്ന ചിത്രത്തില്? അടുത്ത നമ്മൾ വരികൾ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. എന്താ വരികൾ പൂർത്തിയാക്കുക നമുക്ക് നോക്കാം. ആഞ്ഞിലിപ്പഴം, പഴങ്ങളെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. ആഞ്ഞിലിപ്പഴം, അമ്മൂമ്മപ്പഴം, ഇത്തിപ്പഴം, ഇലഞ്ഞിപ്പഴം, ഉണ്ണിച്ചാമ്പ, പന്നീർ ചാമ്പ, ചക്ക, മാങ്ങ, പപ്പായ. നമുക്കിനി എന്തൊക്കെ എഴുതാം? മുന്തിരി, കൈതച്ചക്ക, തണ്ണിമത്തൻ, മാതളം, അത്തിപ്പഴം, ബ്ലൂബെറി. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന പഴങ്ങളുടെ പേരെഴുതുക. ഫ്രൂട്ട്സിന്റെ. മധുരഫലങ്ങൾ പലതുണ്ട്. മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാം സ്വാദോടെ. മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാം എന്നാണ് കേട്ടോ. പറിച്ചു തിന്നാം എന്നാണ്. പറിച്ചു തിന്നാം. അവിടെ സ്വാദോടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ സ്വാദോടെ എന്നുള്ള അല്ലെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് മറ്റൊരു പദം എഴുതാം. സ്വാദോടെ എന്നതിന് പകരം രുചിയോടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ജിറാഫ് തല ഉയർത്തി മധുരഫലങ്ങൾ പറിച്ചു. അപ്പൊ ജിറാഫിന് തല ഇങ്ങനെ നല്ല ലോങ് നെക്കാണ് അല്ലെ, നീളമുള്ള കഴുത്താണ്. അപ്പൊ ജിറാഫ് എന്ത് ചെയ്തു? തല ഉയർത്തി മധുരഫലങ്ങളെല്ലാം പറിച്ചു, എല്ലാവർക്കും കൊടുത്തു. ആനയെ പോലെയാണോ? അല്ല. ജിറാഫ് എന്ത് ചെയ്തു? മധുരഫലങ്ങൾ പറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. മൈനയ്ക്കും ആനയ്ക്കും കൊടുത്തു. ബേഷ്, അത് നന്നായി. എല്ലാവരും കരഘോഷം മുഴക്കി. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്തു. ജിറാഫിനെ അഭിനന്ദിച്ചു. എന്തിനാ അഭിനന്ദിച്ചത്? ജിറാഫ് ഫ്രൂട്ട്സ് വലിച്ചിട്ട് ഒറ്റയ്ക്ക് കഴിച്ചോ? ഇല്ല, എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. അതിനാണ് ജിറാഫിനെ അഭിനന്ദിച്ചത്. വികൃതി കുരങ്ങി എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു. എന്ത് ചെയ്തു? സെൽഫി എടുത്തു. ഭംഗിയുള്ള ഫോട്ടോ. ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. എന്താണ് ജിറാഫ് ആനയുടെ കാതിൽ രഹസ്യം പറഞ്ഞത്? എന്താ രഹസ്യം? ആനച്ചാരെ, സ്വഭാവത്തിനും സുഗന്ധം വേണം. എന്ന് വെച്ചാൽ എന്താ? നല്ല സ്വഭാവമായിരിക്കണം അല്ലെ. ആനയുടെ സ്വഭാവം നല്ലതായിരുന്നു? അല്ല. ഒറ്റയ്ക്ക് തന്നെ എല്ലാം കഴിക്കുകയാണ് ചെയ്തത്. ആർക്കും തന്നെ ഒന്നും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ജിറാഫ് അങ്ങനെ പറയുന്നത്. അടുത്തത്, പഴനിറങ്ങൾ കൊണ്ടൊരു മഴവില്ല് തീർക്കാം. എന്താണ് പഴനിറങ്ങൾ? ഇവിടെ എന്താണ് നമുക്കറിയാം? മഴവില്ലിന് എത്ര നിറങ്ങളാണുള്ളത്? മഴവില്ലിന് 7 നിറങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ബാക്കി നിറം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. പൂവും പഴവും എന്നാണ് കവിതയുടെ പേര്. പൂവിന് നിറമുണ്ട്, പഴത്തിന് നിറമുണ്ട്. ശരിയല്ലേ? പൂവിന് നിറമുണ്ട്, പഴത്തിന് നിറമുണ്ട്. പൂവിന് മണമുണ്ട്, പഴത്തിന് മണമുണ്ട്. പൂവിന് തേനുണ്ട്, പഴത്തിന് രുചിയുണ്ട്. വാഴക്കുലയുടെ നിറം മാറ്റാം. എന്താ പറയുന്നത്? വാഴക്കുലയുടെ നിറം മാറ്റാൻ പറയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാ? ആദ്യത്തെ വാഴക്കുല, അതായത് ഈ വാഴക്കുലയിൽ എല്ലാത്തിനും എന്ത് ചെയ്യണം? ഗ്രീൻ കളർ കൊടുക്കണം. അതായത് പച്ച കളർ ആയിരിക്കും അല്ലെ. എല്ലാം പച്ച പഴമാണ്. അപ്പൊ പച്ച കളർ കൊടുക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്തോറും പഴം പഴുക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യണം? 1 2 എണ്ണത്തിലോ മാത്രം മഞ്ഞ കളർ കൊടുക്കുക. അങ്ങനെ അവസാനത്തെ കൊലകളിലൊക്കെ എന്തായിരിക്കും? മഞ്ഞ കളറായി അല്ലെ. പഴം എല്ലാം പഴുത്തു. അപ്പൊ മഞ്ഞ നിറം കൊടുക്കുക. ഏതു പഴം? എങ്ങനെ അറിഞ്ഞു പഴുത്തെന്ന്? കണ്ടറിഞ്ഞു പഴുത്തെന്ന്, മണത്തറിഞ്ഞു പഴുത്തെന്ന്, തൊട്ടറിഞ്ഞു പഴുത്തെന്ന്, രുചിച്ചറിഞ്ഞു പഴുത്തെന്ന്, വയറു നിറഞ്ഞു പഴം തിന്ന്. അപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട് പഴുത്തോന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ചിലതെങ്ങനെയാ? കണ്ടറിയും അല്ലെ. പഴുത്തോന്നില്ലേ. ഇപ്പൊ നമ്മള് വാഴപ്പഴം കണ്ടറിയാൻ പറ്റില്ലേ പഴുത്തോ ഇല്ലയോ എന്ന്? അറിയാം.
അതല്ലെങ്കിൽ ചില പഴങ്ങൾ എങ്ങനെയാ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എങ്ങനെയാ ഏത് പഴം നമുക്ക് പറയാൻ പറ്റും? ചക്കപ്പഴം മണത്തറിയാം പഴുത്തോ ഇല്ലയോ എന്നല്ലേ. അതുപോലെ ചിലത് എങ്ങനെയാ തൊട്ടറിഞ്ഞ് നോക്കാം പഴുത്തോ. നമ്മൾ മാമ്പഴം എങ്ങനെയാ അത് നല്ല നല്ല പഴുത്തോ എന്നുള്ളത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രുചിച്ചറിഞ്ഞു പഴുത്തെന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയാലും അറിയാൻ പറ്റില്ലേ അത് പഴുത്തതാണോ അത് പച്ചയാണോ എന്നുള്ളത്. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പഴം പഴുത്തോ എന്നുള്ളത് അറിയാൻ പറ്റുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 2 പരീക്ഷയാണ് അതായത് ചെയ്തു നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും. മണപരീക്ഷയും രുചിപരീക്ഷയും. എന്താണ് മണപരീക്ഷ എന്ന് വെച്ചാൽ എന്താ? മണത്ത് നോക്കിയിട്ട് ഏത് ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ആണ് ഏത് പച്ചക്കറിയാണ് ഏത് പഴമാണ് എന്നുള്ളത് പറയാനാണ് പറയുന്നത്. അതായത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാവും. ആ ഫ്രൂട്ട്സ് മണത്ത് നോക്കിയിട്ട് അത് ഏത് പഴമാണെന്നുള്ളത് പറയാം. അതാണ് മണപരീക്ഷ. രുചിപരീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ല, നമ്മൾ കണ്ണടച്ചിട്ടാണ് ചെയ്യുന്നത്, കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ രുചിപരീക്ഷ എങ്ങനെയാ? നമ്മൾ കാണുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് മുന്നിൽ കുറെ പഴവർഗ്ഗങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് അത് ഏത് ഫ്രൂട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റിയാണ്. അടുത്തത് പഴങ്ങൾ തരം തിരിക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ഫ്രൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. കുലകുലയായി ഉണ്ടാകുന്നവ, പല നിറത്തിലുള്ളവ, ഒരു വിത്തുള്ളവ, ധാരാളം വിത്തുള്ളവ. അപ്പൊ എങ്ങനെയൊക്കെയാണ് കുലകുലയായി ഉണ്ടാകുന്നവ? ഏതൊക്കെയാണ്? മുന്തിരി, വാഴപ്പഴം, ചെറി, അത്തിപ്പഴം, ലിച്ചി. പല നിറത്തിലുള്ളവ മാമ്പഴം, മുന്തിരി, ആപ്പിൾ, വാഴപ്പഴം. ഒരു വിത്തുള്ളവ, ഒരു കുരു മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, അതായത് ഒരു സീഡ് മാത്രമാണ് അതിനുള്ളിൽ ഉണ്ടാവുക. മാമ്പഴം, കശുമാങ്ങ, ചെറി, ലിച്ചി, ഞാവൽപ്പഴം. ധാരാളം വിത്തുള്ളവ ചക്ക, പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, ആപ്പിൾ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, തരം തിരിക്കാൻ പറ്റും. അടുത്തത് ഓറഞ്ച് തൊലി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്തു നോക്കുക. നിങ്ങൾ ടീച്ചർ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഓറഞ്ചിന്റെ തൊലി കൊണ്ടാണ് ചെയ്തു നോക്കേണ്ടത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ക്ലാസ്സിൽ ചെയ്തു നോക്കുക. അടുത്തത് 3 കടങ്കഥയുണ്ട്. നമുക്ക് കടങ്കഥ എന്താന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ, ചെടിയുടെ മേലെ കായ, കായുടെ മേലെ ചെടി. എന്താ ഉത്തരം? പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക എന്നും പറയും ആ ഫ്രൂട്ടിന്. രണ്ടാമത്തെ, അകത്തറിഞ്ഞാൽ പുറത്തറിയും എന്ന് പറയുന്നത് ഏതാ? ചക്കപ്പഴത്തിന്റെ മണമാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ, 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്, വാഴക്കൂമ്പ്. എന്താ വാഴക്കൂമ്പ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ വാഴപ്പഴത്തിന് കളർ കൊടുക്കുന്ന ചിത്രത്തിന്റെ അടിയിലായിട്ട് ഒരു പൂ പോലെ ഒരു ഇതുണ്ടാവില്ല, അതാണ് വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. അത് വായിക്കാം, രസിക്കാം. കവി ONV കുറുപ്പിന്റെ ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് കവിതയുടെ പേര്? കൂട്ടുകാരെ. നമുക്ക് ആദ്യം കവിത വായിച്ചു നോക്കാം. മഴ ചൊരിഞ്ഞു, പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ പുതിയ തോണി, പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ, കഥ പറയും കൂട്ടുകാരെ, കളി പറയും കൂട്ടുകാരെ. ആരുടെ കവിതയാണിത്? ONV എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെയാണ് കൂട്ടുകാരെ എന്നുള്ള കവിത. അടുത്തത് ഒരു കവയിത്രിയുടെയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത്, പൂച്ച എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് കവയിത്രി സുഗതകുമാരിയാണ്. സുഗതകുമാരി എഴുതിയ കവിതയാണ് പൂച്ച. നമുക്ക് വായിച്ചു നോക്കാം. എന്റെ കുറിഞ്ഞിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്, കുറുകുറയെന്നു കുറുങ്ങി, കുഞ്ഞുറക്കം തൂങ്ങി, വെയിലിലിരുന്നു മയങ്ങും എന്റെ കുറിഞ്ഞിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. പൂച്ചയെ കുറിച്ചിട്ടാണ് അല്ലെ കവിത. അടുത്തത് പാവം. എന്താണ്? ഒരു ചെറിയൊരു കഥയാണ്. കഥയുടെ പേരാണ് പാവം. അത് നമുക്ക് വായിച്ചു നോക്കാം. മുയൽക്കുട്ടി ക്യാരറ്റ് തിന്നുകയായിരുന്നു. ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ഒരു ചെറിയൊരു മുയൽക്കുട്ടി ഉണ്ട്. പിന്നെ ആരാ? സിംഹമാണ് അല്ലെ. മുയലും സിംഹമാണ് ഉള്ളത്. മുയൽക്കുട്ടി എന്താ ചെയ്യുന്നത്? ക്യാരറ്റ് തിന്നുകയായിരുന്നു. ക്യാരറ്റ് കണ്ടില്ലേ? ക്യാരറ്റ്. ഒരു സിംഹം വാ തുറന്ന് അതിന് മുന്നിൽ ചാടി വീണു. മുയൽക്കുട്ടി സിംഹത്തെ നോക്കി, സിംഹം മുയൽക്കുട്ടിയെയും. എന്നാ തിന്നോ. മുയൽക്കുട്ടി കയ്യിലുള്ളത് വേഗം സിംഹത്തിന് നീട്ടി. അതും വാങ്ങി സിംഹം നടന്നുപോയി. പാവം മുയൽക്കുട്ടി സിംഹത്തെ നോക്കി പറഞ്ഞു.
എന്ത് പറഞ്ഞു? മുയൽക്കുട്ടി സിംഹത്തെ നോക്കിയിട്ട് പാവെന്ന് പറഞ്ഞു അല്ലേ? ശരിക്കും സിംഹം ക്യാരറ്റ് കഴിക്കുവോ? ഇല്ല അല്ലെ? സിംഹം എന്താണ് ക്യാരറ്റ് കഴിക്കില്ല. പക്ഷെ എന്താണ്, മുയൽക്കുട്ടി കയ്യിലുള്ളത് വേറെ സിംഹം നേരിട്ട് സിംഹം അതും വാങ്ങിയിട്ട് സിംഹം നടന്നുപോയി. അപ്പൊ അത് കണ്ടിട്ട് ശരിക്കും ആരെ പിടിക്കാനാണ് സിംഹം വന്നിട്ടുണ്ടാവുക? മുയലിനെ പിടിക്കാനാണ് വന്നിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ മുയൽക്കുട്ടി വിചാരിച്ചു ക്യാരറ്റിന് വേണ്ടിയിട്ട് വന്നതാന്ന് വിചാരിച്ചിട്ട് പറയാണ് പാവെന്ന് പറയാണ്. ആരെ നോക്കിയിട്ട്? സിംഹത്തെ നോക്കിയിട്ട് പറയാണ്. അടുത്തത് വായിക്കാം രസിക്കാം. പൂമ്പാറ്റത്തോട്ടം. മണ്ണ് നനഞ്ഞു. നനഞ്ഞ മണ്ണിൽ അമ്മു വിത്തിട്ടു. നിറയെ ചെടികൾ ഉണ്ടായി. അമ്മുവിന് സന്തോഷമായി. ചെടികളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു. പൂമ്പാറ്റകൾക്ക് സന്തോഷമായി. അവ മറ്റെങ്ങും പോയില്ല. അമ്മുവിന്റെ കൂടെ കളിച്ചു. ചെടികൾ അവൾക്ക് വിത്തുകൾ നൽകി. അത് അവൾ കുലുക്കി നോക്കി. കിലുകിലു കിക്കിലു. ഇത് കേട്ട് പൂമ്പാറ്റകൾ ചിറകിളക്കി നൃത്തമാടി. അതൊരു പൂമ്പാറ്റ തോട്ടമായി. അല്ലെ? നിറയെ പൂക്കളായാൽ അവിടെ എന്തുണ്ടാവും? പൂമ്പാറ്റകൾ വരും. അതാണ് ഇവിടെ പറയുന്ന പൂമ്പാറ്റത്തോട്ടം. അടുത്തത് പൂമണമുള്ള കുയിൽപ്പാട്ട്. ഓണം വരവായി അമ്മയറിഞ്ഞു. ഓണത്തപ്പനുമുണ്ടത്രേ. ഓണക്കോടിയും ഓണപ്പാട്ടും ഓണക്കളികളും ഉണ്ടമ്മേ. പുതിയൊരു പാട്ട് പാടും ഞാൻ. പതുമ മണക്കും പൂപ്പാട്ട്. ഇത് പുതുമ എന്നായിരിക്കും. പുതുമ മണക്കും പൂപ്പാട്ട് എന്നാണ്. പുതിയൊരു താളം, പുത്തനൊരീണം, പുതിയൊരു ഭാഷയിലാവേണം. തുമ്പപ്പൂവിൻ കുഞ്ഞിക്കാതിൽ തുമ്പികൾ പാടുമൊരീണത്തിൽ. മന്ദാരത്തിൻ ചെവിയിലശോകം കളി പറയുന്നൊരു താളത്തിൽ. മുക്കുറ്റിക്കവിൾ തൊട്ടുതലോടും കുഞ്ഞിക്കാറ്റിൻ കുറുമൊഴിയിൽ. ഓണത്തപ്പനെ വരവേൽക്കാൻ പൂമണമുള്ള കുയിൽപ്പാട്ട്. നാടുമുഴുക്കെയും ഓണനിലാവിൻ നന്മ പരത്തും പൂപ്പാട്ട്. ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിതയാണത്. അടുത്തത് ഒന്നാണ്. ദേശാടകരം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ. ദേശാടകരാം കിളികൾ ഒരിക്കൽ എന്ന് വെച്ചാൽ എന്താ? വേറെ നാട്ടിലുള്ള പക്ഷികളെ എന്ത് ചെയ്യണം? ഒരിക്കൽ വിരുന്ന് വരികയാണ്. നമ്മുടെ നാട്ടിലേക്ക് വിരുന്ന് വന്നു. വിശന്നു വന്നവർ, ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ. മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു. തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി. നാട്ടുകിളികളിൽ ചിലരിത് കണ്ട് കലപില കൂട്ടാനെത്തി. പരദേശികളാം പറവകളവിടെ ചേക്കേറുന്നായി. തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കെ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാൻ എത്തി. ദേശാടമതേതായാലും നമ്മൾ പറവകളെന്നത് നേര്. അതിരുകൾ ഏതായാലും നമ്മൾ ഒന്നാണെന്നത് നേര്. ദേശാടകർ എന്ന് വെച്ചാൽ വേറെ നാട്ടിലുള്ള പക്ഷികൾ. ദേശാടന പക്ഷികൾ എന്ന് വെച്ചാൽ വേറെ നാട്ടിലുള്ള പക്ഷികൾ നമ്മുടെ നാട്ടിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യണം? അവര് വിശന്ന് തളർന്നാ വരുന്നത്. നമ്മുടെ നാട്ടിലെ മരങ്ങളിലെ പഴങ്ങളൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലിറങ്ങി. ഇത് കണ്ട് നമ്മുടെ നാട്ടിലെ ചില നാട്ടുകിളികൾ എന്ത് ചെയ്യണം? കലപില കൂട്ടാൻ എന്ന് വെച്ചാൽ വഴക്കിന് പോവുകയാണ് കേട്ടോ. അപ്പൊ എന്താ പറയണത്? കുറച്ച് സ്നേഹമുള്ള കുറച്ച് പക്ഷികൾ വന്നിട്ട് എന്ത് പറയണ? ഏത് ദേശത്തെ പക്ഷികളായാലും നമ്മളെല്ലാം എന്ത് തന്നെയാണ്? എല്ലാവരും പറവകളാണ്. അതുകൊണ്ട് തന്നെ അതിരുകൾ ഏതായാലും തന്നെ നമ്മളെല്ലാം എന്താണ്? ഒന്നാണ് എന്ന് ആ പറവകൾ എന്ത് ചെയ്തു? ആ സ്നേഹമുള്ള പറവകൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 9ാമത്തെ പാഠം. അപ്പൊ നമ്മുടെ 1ാമത്തെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.